നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദന ഈ അവസ്ഥയിൽ നിൽക്കുമ്പോ ഓണാഘോഷ സദ്യയൊന്നും വേണ്ടാന്ന് വെച്ചതാ. പിന്നെ ഹരിതയുടെ അച്ഛനമ്മമാരുടെ വരവും ഓണവും ഒക്കെ ഒന്നിച്ചായതുകൊണ്ടാ പിന്നെ സദ്യ ഒരുക്കണമെന്ന് തീരുമാനിച്ചത്. ഈ കുടുംബത്തോടുള്ള ശത്രുതയും വിദ്വേഷമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും അവരുടെ വരവ്. എന്നാലും അവരെ മാന്യമായിട്ട് സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ. അതെ. അമ്മ എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാവോ? ഹായ് പപ്പടും. അച്ഛനും അമ്മയും ആദ്യമായിട്ട് വന്ന് കയറുമ്പോ ആഹാരത്തിന്റെ കാര്യത്തിനും ഒന്നിനും ഒരു കുറവും വരരുത്. ഒരു കാലത്തും അടുക്കള കാണാത്തവര് ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഇന്ന് കാക്ക മലർന്നു പറക്കും. വേ ചേച്ചി വെറുതെ വെറുപ്പിക്കുന്ന വർത്താനം പറയരുതേ. പറയുന്നതാണോ കുറ്റം? അടുക്കളയിൽ എന്നത്തെക്കാളും 5 ഇരട്ടി പണിയുണ്ടെന്ന്. നിന്റെ അച്ഛനമ്മമാരെ സൽക്കരിക്കാനാ ഇതൊക്കെ പഠിച്ചുണ്ടാക്കുന്നേ. അതോർത്തെങ്കിലും പണിയിൽ ഞങ്ങളൊന്ന് സഹായിച്ചൂടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പാചകക്കാര്യത്തില് അമ്മയ്ക്ക് നല്ല കൈപുണ്യമുണ്ട്. പിന്നെ ചേച്ചിയുടെ അമ്മയ്ക്കും വീട് തോറും നടന്ന പാചക പണിയല്ലേ. ആ പാരമ്പര്യ ഗുണം ചേച്ചിക്കും ഉണ്ടാവുമല്ലോ. ഒന്ന് നിന്നേ. നീ എന്താ പറഞ്ഞത്? എന്റെ അമ്മ വീട് തോറും നടന്ന് പാചകപ്പണി ചെയ്യാണെന്നോ? അതേടി, അതിനൊരു കുറച്ചിലുമില്ല. എന്ത് പണിയാണെങ്കിലും മാന്യമായിട്ട് സമ്പാദിച്ച് ജീവിക്കുന്നത് അന്തസ്. വലിയ തറവാട്ടുകാര് ചമഞ്ഞ് മേലനങ്ങാതെ തിന്നും കുടിച്ച് നടക്കുക. അതാ ഏറ്റവും മോശമായ ഏർപ്പാട്. കാശെണ്ണി കൊടുത്തിട്ടാ ഞാൻ തിന്നു മുടിക്കുന്നെ. അതിന് പോക്കില്ലാത്തവര് അങ്ങനെ കേമത്തം ചമയണ്ട. ഇവിടുത്തെ എല്ലാ ചുമതലകളും ഏൽക്കേണ്ടത് നീയാ. ആ നീയാ എപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടത്. ഹരിതേ, നിന്റെ അച്ഛനെയും അമ്മയും വേണ്ട രീതിയിൽ സൽക്കരിക്കാനൊക്കെ എനിക്കറിയാം. മോളുടെ കാര്യം നോക്കിപ്പോ. അങ്ങനെ ഒരു ഓണത്തല്ല് ഒഴിവായി. ശത്രുതയിലായിരുന്ന 2 കുടുംബങ്ങൾ തമ്മില് യോജിക്കുമല്ലോ എന്നുള്ള സന്തോഷത്തിലാ ഹരിത. ആ ഉത്സാഹവും സന്തോഷവും നമ്മളായിട്ട് ഇല്ലാതാക്കല്ലേ മോളെ. വന്ദനയുടെ കല്യാണത്തിന് എന്റെ അമ്മയെ ക്ഷണിക്കാൻ ആർക്കും നേരം കിട്ടിയില്ല. ഹരിതയുടെ വീട്ടുകാരെ പോയി ക്ഷണിച്ചു. ഇപ്പൊ ഓണം ആഘോഷിക്കാനും ക്ഷണിച്ചിരിക്കുന്നു. ഇത് പക്ഷഭേദമല്ലേ അച്ഛമ്മേ? മോളെ, ചന്ദ്രിക എന്ത് ചെയ്താലും അതിന്റെ പിന്നിലെ ഒരു കാര്യവും കാരണം ഉണ്ടാവും. അന്യായമായിട്ട് അവൾ ഒന്നും ചെയ്യത്തില്ല. ഹരിതയുടെ വീട്ടുകാരെ സൽക്കരിക്കുന്നതിന്റെ പിന്നിലെ അവളുടെ ന്യായം എന്താണെന്നൊന്ന് അറിയട്ടെ. അതുവരെ പരാതി ഒന്നും പറയരുത്. എന്റെ കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.